നിങ്ങൾ ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ അഞ്ജന എല്ലാം, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ചൈൽഡ്ഹുഡ് സ്പീച്ച് സൗണ്ട് ഡിസോർഡർ ആണ്. ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് ഒരു ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു ന്യൂറോജനിക് സ്പീച്ച് സൗണ്ട് ഡിസോർഡറായോ വരാം. സംസാരിക്കുമ്പോഴുള്ള സൗണ്ടുകളുടെ സീക്വൻഷ്യൽ പാറ്റേണിൽ വരുന്ന പ്ലാനിങ്ങിലോ പ്രോഗ്രാമിങ്ങിലോ അല്ലെങ്കിൽ പ്ലാനിങ്ങിലും പ്രോഗ്രാമിങ്ങിലും ആയിരിക്കും ഇവരുടെ ഇമ്പയർമെന്റ്. സോ ഇവർക്ക് ഇത് കാരണം സ്പീച്ച് സൗണ്ട് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോൾ നമ്മളെ റിതമിക് ഇന്റർനേഷൻ പാറ്റേണിലുമായിരിക്കും അഫക്റ്റ് ആകുക. ചില കുട്ടികൾക്ക് നമ്മൾ പറയുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്നാൽ സംസാരിക്കുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാൻ സ്ട്രെയിൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകളുടെ മുന്നിലോ അത് കഴിഞ്ഞിട്ടോ ചില സൗണ്ടുകൾ കൂട്ടിച്ചേർക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഇവർക്ക് പ്രധാനമായിട്ടും നോൺ സ്പീച്ച് ഓറൽ മൂവ്മെന്റ്സിൽ നമ്മൾ ഇമിറ്റേഷൻ വരുമ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇവരെ മറ്റു സ്പീച്ച് ഇഷ്യൂവിൽ നിന്നും വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഇവരുടെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള എറേഴ്സ് ആണ്. മറ്റ് സ്പീച്ച് ഇഷ്യൂസിൽ നിന്നും ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ചിന് ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിന്റെ സഹായത്തോടെ ഡിഫറൻഷ്യലി ഡയഗ്നോസ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ഇവരിലെ സ്പീച്ച് നമുക്ക് ഇംപ്രൂവ് ആക്കാൻ സാധിക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്